ഇന്ത്യയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഇതിന്റെ പിന്നിൽ എന്താണ് ഇത്രയും പെട്ടെന്ന് ഇത് വൈറലാകാനും ജനങ്ങൾക്കിടയിൽ സ്പ്രെഡ് ആകാനുമുള്ള കാരണം എന്താണ്? നോക്കൂ, നിങ്ങൾ ഒരു ജസ്റ്റിസിന്റെ പരാമർശത്തിൽ ഉപയോഗിച്ച വാക്ക് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങൾ തന്നെ ഇവിടെ അപകടം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംശയാസ്പദമായി അതിനെ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും അല്ലെങ്കിൽ പ്രധാനമായും ന്യൂനപക്ഷങ്ങളെല്ലാം ആശങ്കയോടെ കാണുന്നത്, അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ആശങ്കയോടെ കാണുന്നത് നമുക്കറിയാം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള വോട്ട് ചോരിയാണ്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഏത് തെറ്റായ രീതിയെയും അവർ വലിയ ഗൗരവത്തോടെയായി കാണുക. കാരണം അത് ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതാണ് ഇന്ത്യയിലെ വലിയ ജനവിഭാഗത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴുള്ള മനസ്സിലുള്ള വിഷയം. അത് പരിഹരിക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരത്തിലുള്ള നീക്കം മാത്രമല്ല, അതിൽ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്താൽ അവരെ ജയിലിലിടും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗം ആളുകളും വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് BJP ഗവൺമെന്റിനെതിരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എതിരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, മുമ്പ് അണ്ണാ ഹസാരെ ആണെങ്കിലും അതിനുശേഷം കെജ്രിവാൾ ആണെങ്കിലും അവരെല്ലാം ഇത്തരം തലങ്ങളിലൂടെയായിരുന്നു കടന്നു വന്നിരുന്നത്. ജനങ്ങൾ പൊറുതി നോട്ടിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് കെജ്രിവാൾ വരുന്നത് BJP സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ ശക്തമായ ഭാഷയിലായിരുന്നു. ഇപ്പോൾ എവിടെയാണ് ആ പാർട്ടി എത്തിയത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഡൽഹി കോൺഗ്രസിന്റെ വലിയൊരു കോട്ടയായിരുന്നു. ആ കോട്ട പിടിച്ചടക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ അതിന്റെ നീക്കുപോക്കുകളിലൂടെ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കെജ്രിവാളിന്റെ പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാർട്ടിയും കടന്നു വരുന്ന ഘട്ടത്തിൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു. പക്ഷെ ചില ആളുകളൊക്കെ അന്ന് എന്നെ വിമർശിച്ചവരുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ പിന്നീട് മാസങ്ങൾക്ക് ശേഷം അതേ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നു. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം BJPയെ കുറിച്ച് ഏതൊരു പരാമർശം നടത്തുമ്പോഴും അവർ വിമർശിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കെജ്രിവാൾ വരുന്നത് BJPക്കെതിരെയാണ്. പക്ഷെ വ്യക്തമായും BJPക്ക് എതിരല്ല, BJPയെ ഒളിഞ്ഞു സഹായിക്കുന്ന ചില നീക്കങ്ങൾ ഇതിൽ ഉണ്ട് എന്ന് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ചില ആളുകൾ നമ്മോട് പറയുകയുണ്ടായി. എന്നാൽ ഇനിയും നമ്മുടെ ആളുകളുടെ സാഹചര്യം അത് തന്നെയാണ്. കോക്രോച്ച് എന്ന് പറയാൻ കാരണം ചീഫ് ജസ്റ്റിസിന്റെ പരാമർശമാണ് എങ്കിൽ അത് ഇത്തരത്തിലുള്ള പാറ്റകളെ പോലെ യുവാക്കളെ വിശേഷിപ്പിച്ചപ്പോൾ അതിലൂടെയാണ് ഈ പാർട്ടി ഉണ്ടായതെങ്കിൽ ഞാൻ പറയുന്നു, ആ തലങ്ങളല്ല. കോക്രോച്ച് എന്നത് വിശദീകരിക്കാൻ കൂടുതൽ എളുപ്പം, അതിലേറെ എളുപ്പമായ വിശദീകരണം ഈ ഈയാം പാർട്ടികൾ ഏതെങ്കിലും ഒരു വെളിച്ചം കണ്ടാൽ അതിന്റെ ഭാവി എന്താണെന്ന് ചിന്തിക്കാതെ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കാതെ, ഇവിടെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാതെ അതിന്റെ പിന്നിൽ ചെന്ന് ആ വെളിച്ചത്തിന് തീയുടെ മുന്നിൽ ചെന്ന് ചാടി ജീവൻ പോവുക എന്നതാണ് ഈ ഇത്തരത്തിലുള്ള പാർട്ടികളുടെ സ്വഭാവമെങ്കിൽ ഇതുപോലെ ജനങ്ങളെ ആകർഷിക്കുന്നു, അവരെയെല്ലാം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന സൂചനയാണ് കോക്രോച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഇത് എന്റെ കേവലം നിഗമനം മാത്രമാണ്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നാം, തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഏതാണെങ്കിലും ഇത്തരത്തിൽ പെട്ടെന്നൊരു പാർട്ടി കടന്നു വരുമ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകമെങ്കിലും നമുക്കൊക്കെ ഉണ്ടാകണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. BJP പലയിടത്തും അവരുടെ പ്രധാനപ്പെട്ട ശത്രുക്കളെ അവർക്ക് അനുകൂലമായി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെയും കാണാൻ സാധിക്കുന്നു. അവരുടെ പ്രധാനപ്പെട്ട ശത്രു കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം, BJP എതിർക്കുന്ന ആളുകളെ, അവരെയെല്ലാം BJP തന്നെ മറഞ്ഞിരുന്ന് അവരെയെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ അവരുടെ യഥാർത്ഥ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുക. അവസാനം ഈ പാർട്ടിയും അതിന്റെ നേതൃത്വവും BJPയുമായി സഹകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇപ്പോൾ BJP അതിനെതിരെ ശക്തമായി രംഗത്ത് വരാം, BJPയെ തിരിച്ചും ശക്തമായി എതിർത്ത് വരാം.
പക്ഷെ ഇതിന്റെ പിന്നിലെല്ലാം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു വിവേകം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്റെ ഒരു നിഗമനം മാത്രമാണ്. പക്ഷെ ഞാൻ പറയുന്നത് 4-5 മാസം കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ഈ വീഡിയോ വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.